ഞാൻ യാദർശികമായിട്ടാണ് കേട്ടോ ഈ കപ്പിൾസിൻ്റെ വീഡിയോസ് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്നാണ്. പിന്നെ ഞാൻ ഒരു 2-3 റീൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അത് കണ്ടപ്പോഴും എനിക്ക് ഡൗട്ട് തോന്നി. ഞാനിവിടെ അക്കൗണ്ടിൽ ഇവരുടെ ചാനൽ കയറി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന്. ശരിക്കും ഞാൻ ഞെട്ടി. കാര്യം ആ പെൺകുട്ടിയെ കണ്ടാൽ ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് കണ്ടപ്പോൾ ഞാൻ നല്ലപോലെ ഞെട്ടിയത്. പിന്നെ ഇവരുടെ 2-3 ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ പെൺകുട്ടി +1 പഠിച്ചു കൊണ്ടിരുന്ന് പകുതിയായപ്പോഴും എന്തോ ആണ് ഈ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, വീട്ടുകാരെ എതിർത്തത് കൊണ്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് അവർ ഇൻ്റർവ്യൂസിൽ പറയുന്നത്. പക്ഷേ എന്നെ അതിശയിപ്പിച്ച കാര്യം ഇതൊന്നുമല്ല. ഇവരുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ലൈക്കും ഒക്കെ കണ്ടാണ് ഞാൻ അതിശയം എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ ഒരു അസുഖമുള്ള ഒരാളോ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരാളോ ഇരുന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും കാണില്ല. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നതാണ്. ഇവർ സമൂഹത്തിന് എന്ത് പ്രചോദനം നൽകിയിട്ടാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വരുന്ന പുതുതലമുറ ഇതുപോലെ ഇറങ്ങിപ്പോയി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെയും അവർ സപ്പോർട്ട് ചെയ്യും, അപ്പോൾ ഞങ്ങൾക്കും ധൈര്യമായി ഇറങ്ങിപ്പോകാം എന്നൊക്കെ ഉള്ളൊരു ധൈര്യം പുതുതലമുറയ്ക്ക് കൊടുക്കുന്നതാണ് ഈ സബ്സ്ക്രൈബേഴ്സ് ഇതിലൂടെ കാണിക്കുന്നത്. കാര്യം ഇവർക്ക് അത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അത് തന്നെയാണ് എന്നെ അതിശയിപ്പിച്ചത്. എനിക്ക് അവരിറങ്ങിപ്പോയി, അവർ നന്നായിട്ട് ജീവിക്കട്ടെ, ഇനി നന്നായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആശംസകൾ. പക്ഷേ ഇത് ഒരിക്കലും പുതുതലമുറ, അതായത് ഇനി വളർന്നു വരുന്ന ഒരു ജനറേഷന് ഇതൊരിക്കലും ഒരു പ്രചോദനമുള്ള കാര്യമല്ല. കാര്യം ഞങ്ങൾക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ജീവിക്കാമെന്നൊരു, എന്നാൽ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യും ആൾക്കാർ എന്ന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ മാത്രമാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.